പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തില്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തില്ലാന, തില്ലാന തില്ലാന. പുഞ്ചിരിക്കെ പുഞ്ചിരിക്കെ ചുണ്ടിൽ തില്ലാന, കണ്ടിരിക്കെ കണ്ടിരിക്കെ കണ്ണിൽ തില്ലാന, കേട്ടിരിക്കെ കേട്ടിരിക്കെ താളം തില്ലാന, തില്ലാന തില്ലാന. വാക്കിൻ പുളകം തില്ലാന, പൂതേൻ തുള്ളും നോക്കിൻ മോഹം തില്ലാന, പൂപാടം പാടുമ്പോൾ നെഞ്ചിൽ തില്ലാന, പിന്നെ തീരാകിട്ട് തീരാകിട്ട് പറക്കുന്ന കനവുകൾ ചിലു ചില ചില ചങ്ങു പാടിത്തില്ലാന. Rock your body, move your body, everybody, let's party in the house. Rock your body, move your body, everybody, move your body tonight. Rock your body, come on, move your body, everybody, oh yeah, let's party in the house. Rock your body, move your body, everybody, everybody, move your body tonight. ബിജുകുട്ടൻ ചേട്ടാ, ഇക്ക, പ്രചോദേട്ടാ, വിഷു ദിന ആശംസകൾ. ഹാപ്പി വിഷു. താങ്ക് യു. കൈനീട്ടമൊക്കെ ഇല്ലേ? ഞാൻ എപ്പിസോഡിന്റെ എന്ത് കൈനീട്ടം? ഇപ്രാവശ്യം കൃഷ്ണ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. കല്യാണം അല്ലേ? ആ കൃഷ്ണൻ വീട്ടിലുള്ള കൃഷ്ണനല്ലേ? പക്ഷെ കൈനീട്ടം വേണം. ഒരു കൊച്ചനുജത്തിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും. അപ്പൊ കൈനീട്ടമായിട്ട് വേണം നിങ്ങൾ വരാൻ. ഇന്നത്തെ എപ്പിസോഡ് കൈനീട്ടമായിട്ട് അങ്ങ് തരികയാണ്. കൈനീട്ടം നമ്മൾ തരും. കൈനീട്ടം തരും. അതിന് മുമ്പ് കൈനീട്ടി നമുക്കൊരു നല്ല കൈയടി കൊടുക്കാം. അതെ അതെ അതെ. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. അപ്പൊ ഇന്ന് വിഷു ആയിട്ട് നമ്മൾ മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് എക്സ്ട്രാ പവർ വേണ്ടേ? വേണം. പക്ഷെ എന്റെ പൊന്ന് മീനാക്ഷി ബിജുക്കുട്ടൻ സിർക്ക, ഈ എക്സ്ട്രാ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ LED-യും അതുപോലെ ഫ്രണ്ടിലത്തെ ഒരു എന്താ പറയാ നമ്മുടെ അറേഞ്ച്മെന്റ്സും മൊത്തത്തിൽ അടുത്തൊരു പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞു. ശരിയാ, മൊത്തം ഒരു മാറി ഒന്ന് ഫുൾ കളറായല്ലേ? നമ്മുടെ ഐറ്റം വേറെ എന്നുള്ളതില് വേറെ ഐറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. ഇനിയുള്ള യാത്ര ഇതേപോലെ ആയിരിക്കും, പിന്നെ വേറെ ലെവലാവും. അപ്പൊ നമ്മുടെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഓഡിയൻസ് അവർ പാലക്കാട് നിന്നാണ് അല്ലേ? പാലക്കാട് നിന്നല്ലേ? പാലക്കാട്ടെ ഹരിത കർമ്മസേന അംഗങ്ങളാണ്. എനിക്ക് വളരെ സ്പെഷ്യൽ ആട്ടോ നിങ്ങൾ, കാരണം എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. എന്താണ്ട് ഉണ്ണിയാ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ 2 ദിവസമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്താ വിശേഷം? മറ്റേ ഐറ്റം വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ, ഇത് ഐറ്റം വേറെ സ്വാഗതം. പാലക്കാട് നിന്ന് വന്നിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും സ്വാഗതം. കുറെ സ്കിറ്റുകൾ ഉണ്ടാവും, പയ്യെ ഇരുന്ന് കണ്ടിട്ട് പോവുക, മണ്ട കായണ വിഷയങ്ങളൊക്കെ വിട്ടേക്ക, ഇരുന്ന് ചിരിക്കുക. സത്യം പറയണം, ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ചാക്കണല്ല ചേട്ടാ. പാലക്കാടൻ ഭാഷ 3 വർഷമായി ട്രെയിൻ ചെയ്യുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരാളല്ല രണ്ടല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് ഒരു സംഭവം നമ്മൾ ഇറക്കാൻ പോവുകയാണ്. എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഇല്ല, അതിനെ കുറിച്ച് ഞങ്ങൾ ഇതേവരെ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. ഗസ്റ്റ് ഉണ്ടെന്നറിയാം, അത് ആരാണ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, അതിലൊരു ഗസ്റ്റ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂടെ എപ്പോഴും വരാറുണ്ട്. നമ്മുടെ ഒരു അഭിവാജ്യ ഘടകമാണ്. ഒരാളെ നിങ്ങൾ ഗസ് ചെയ്തോ? ജഗദീഷ് ഏട്ടൻ അല്ല, ഉർവശേച്ചി ഇന്നാൾ വന്നു പോയതല്ലേ? മുകേഷ് ഏട്ടൻ. അപ്പൊ മുകേഷ് ഏട്ടൻ ഉണ്ടാകും. മുകേഷ് ഏട്ടന്റെ കൂടെ വേറെ 2 പേർ കൂടി ഉണ്ടാകും. 2 പേര് വേറെ ഉണ്ടോ? വേറെ 2 പേരെ ഞാൻ ഇറക്കുന്നുണ്ട്. നമുക്കൊന്ന് 80കളിലേക്ക് അല്ലെങ്കിൽ ഒരു 90കളിലേക്ക് ഒന്ന് സഞ്ചരിച്ചാലോ ഈ ഒരു വിഷുവിന്? അത് ഇട്ട് വട്ടം കറക്കാതെ ഒന്ന് പറയാം. അതല്ലേ നല്ല? പറയണോ അതോ നമുക്ക് നേരിട്ട് കാണണോ? കണ്ടാ മതി. കണ്ടാലോ? അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടോളൂ, കാര്യക്കാരെ നിങ്ങളും കണ്ടോളൂ, ആരാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന്.
നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 3 മുത്തുകളാണ് നമ്മുടെ മേനക മാം, മുകേഷ് ഏട്ടൻ ആൻഡ് ശാന്തി കൃഷ്ണ മാം. വെൽക്കം. താങ്ക് യു. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വിഷു ബമ്പറിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് 3 പേർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഒരു വിഷു ആശംസ കൂടി നമ്മൾ പറയുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം നിങ്ങൾ 3 പേരോട് വന്നതിൽ. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഓണമാണ് എന്ന് തോന്നണം അല്ലേ ഇക്ക? നമ്മൾ മുകേഷ് ഏട്ടൻ്റെ ഒപ്പം ഇവിടെ ഒരു സദ്യയൊക്കെ ഉണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായ ഒരു വർഷമായിരുന്നു നമുക്കത്. അതേപോലെ ഈ വർഷവും ഗംഭീരമാകും മുകേഷ് ഏട്ടൻ്റെ ഒരു പ്രസൻസോട് കൂടി എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതൊരു ഐസിങ് ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന പോലെയാണ് മേനക മാമും ശാന്തി മാമും ഇവിടെ എത്തിയിരിക്കുന്നത്. ഭയങ്കര സന്തോഷം. ഞാനുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് ഫോൺ എടുത്തിട്ട് ഈ ഫിൽമോഗ്രഫി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു വർഷം ഓൾമോസ്റ്റ് 25-26 സിനിമകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വിഷു, ഓണം എന്ന പോലുള്ള ഒരുപാട് ആഘോഷങ്ങൾ സെറ്റിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഏത് ആഘോഷം വന്നാലും അത് സെറ്റിൽ അന്ന് ഒരു കുടുംബത്തെ പോലെ എല്ലാവരും കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുവരും ചില സന്ദർഭം. അത് പറഞ്ഞപ്പോ ശാന്തി മാമിന്റെ മുഖത്ത് അതേ ഒരു സന്തോഷം. അതൊരു ബെസ്റ്റ് മൊമെന്റ്സ് ആയിരുന്നു, ഇല്ലാന്നും പറയാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാവോ അത് കറക്റ്റായിട്ട്. അന്ന് ആ ഒരു കുടുംബം പോലെ എന്ന് പറയുന്ന മലയാളം സിനിമ തന്നെയായിരുന്നു. കാരണം വേറെ എവിടെയോ നമ്മൾ എത്ര ഇൻഡസ്ട്രി ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും എനിക്ക് തിരിച്ച് മലയാളത്തിൽ തന്നെ വരണം എന്ന് ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്ന ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം നമ്മൾ ഷൂട്ടിന് എവിടെ പോയാലും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് കംപ്ലീറ്റ്. ഞങ്ങൾക്ക് അതാ ചോദിക്കാനുള്ളത്, നിങ്ങൾ 3 പേരും ഇതുപോലെ ഏതെങ്കിലും സെറ്റിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങൾ 2 പേരും ഒരുമിച്ച്, ഞാനും മുകേഷ് ഞാൻ മേനകയുടെ പ്രൊഡക്ഷനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ എന്റെ വിഷ്ണുലോകം. അതെ എനിക്ക് ദേഷ്യം വരുന്നതാണ്. ആദ്യം ആ പടം ഞാൻ അഭിനയിക്കാൻ വെച്ചിരുന്നതാണ്. കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയിക്കാനായിട്ട് റീ എൻട്രി കൊടുക്കാം എന്ന് പറഞ്ഞു. അതും എൻ്റെ ഫാദറിനിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അഭിനയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മൂത്ത മോള് രേവതി കുഞ്ഞാണ്, അവൾ ഞാനില്ലാതെ അവൾ ഇരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ശരി ഓക്കെ വേണ്ട എന്നാ വേണ്ട, ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ പണ്ടാരത്തിനെ കൊണ്ടുപോകുന്നത്. അത് എനിക്ക് വേണ്ടി എഴുതി വെച്ച. അതുകൊണ്ട് എനിക്ക് അവളോട് സ്നേഹമൊക്കെ ആണെങ്കിലും ജലസാണ്, എനിക്ക് അതന്നെ കുശുമ്പാണ്. കാരണം ഞാൻ തിരിച്ച് വരാനുള്ള സിനിമയിൽ കയറി അഭിനയിച്ചു, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കുശും. അത് ഭർത്താവിൻ്റെ അടുത്ത് പോയി ചോദിക്കുക എന്തുകൊണ്ട് എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു പാവം അദ്ദേഹം എന്നെ ഒരു 4-5 ദിവസത്തേക്ക് ട്രൈ ചെയ്ത് മോളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇരുത്തി നോക്കി. അവളെക്കാൾ കഷ്ടം ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ അവളില്ലാതിരിക്കുന്നില്ല, അവൾക്ക് ഞാൻ തന്നെ ചോറ് കൊടുക്കണം, ഞാൻ തന്നെ എല്ലാം. പക്ഷേ ഞാൻ പറഞ്ഞു സുരേഷ് ഏട്ടാ എനിക്ക് പറ്റില്ല, പിന്നെ നിങ്ങൾ വേറെ ഒരാളെ നോക്കിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒഴിവാക്കിയ സ്ഥലത്താണ് ഇദ്ദേഹം കയറി ഓടി വന്നത്. മനസ്സില്ല, അതാണ് സിനിമ അല്ലേ, നമ്മൾ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാന്നാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടി എഴുതി വെച്ച കഥാപാത്രമാണ് ദേവി എന്ന് മോഹൻലാലിനെ വിളിക്കുന്നതും മിണ്ടാത്തത് പെണ്ണെ എന്നൊക്കെ പറയാനുള്ള ആ ഒരു ഇന്നും ആൾക്കാര് എനിക്ക് ഇതൊന്നുമില്ല, അസുഖമില്ല, പക്ഷെ പറ്റില്ല. വിജുക്കുട്ടാ, മുകേഷ് ചേട്ടൻ വീണ് നിൽക്കുക. മുകേഷ് ചേട്ടൻ ആദ്യമായിട്ടാണ് സൈലന്റ് ആയി പോകുന്നത്. നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളുമാണ്. അപ്പൊ അത് നമ്മൾ വിട്ടുകൊടുക്കണം. ഭയങ്കര കൂട്ടാട്ടോ, ചുമ്മാ ഇപ്പൊ ഇവിടെ എന്റർടൈൻമെന്റ് ആണ്. ഞാൻ ചോദിക്കണതേ, ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് 3 പേരും ഒരുമിച്ച്, ചേച്ചിയും ചേട്ടനും കൂടി ഒരുമിച്ച് ഇതുപോലെ ക്രിസ്തുമസ് അല്ലെങ്കിൽ ഓണം ഇതുപോലെ വിഷു ആഘോഷിച്ചിട്ടുണ്ടോ? അതിന് ഈ ഐറ്റം പേര് അതിവിടെ വന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ചില്ല, 3 മുക്കിലാണ്. ഐറ്റം പേരയില് എല്ലാരും കൂടെ ചേർത്ത് ഒന്നിപ്പിച്ചു. സെറ്റിലൊക്കെ എങ്ങനെയാ? അപ്പൊ നിങ്ങൾക്ക് കണി കാണാനൊക്കെ അവിടെ പ്രൊഡക്ഷൻ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ? അല്ല, കണിയെല്ലാം വീട്ടിൽ കണ്ടിട്ടാ വരുന്നത്. അല്ല മുകേഷ് ചേട്ടാ, ഈ മാനേജ് പണ്ട് എങ്ങനെയാണോ മുകേഷ് ചേട്ടാ? അത് അല്ല, മേനകയെ പറ്റി പറയുമ്പം എൻ്റെ 3-ാമത്തെ 4-ാമത്തെ സിനിമയാണ് ഓടരുതമ്മാവ ആളാണ്. അപ്പം എന്റെ പ്രൊഡക്ഷനിൽ എൻ്റെ ഹീറോയിൻ അല്ല, എൻ്റെ ഹീറോയിൻ ലിസിയാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ശ്രീനിവാസന്റെയും ജഗദീഷിന്റെയും 3 പേരും ഒരുപാട് പടങ്ങൾ അങ്ങനെ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനാഥ് എല്ലാവരും ലിസിയുടെ പറയുന്നു. പക്ഷേ ശ്രീനാഥിന്റെ വൈഫായിട്ടാണ് മേനക. അപ്പോൾ മേനക, ഞാൻ ഏറ്റവും വലിയ എനിക്കൊരു അത്ഭുതം എന്ന് പറയുന്നത്, തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ ഹിന്ദിയിൽ നിന്നും ഒക്കെ വന്ന നടിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴിൽ നിന്ന് വരുന്നവർ ഒരു കുറച്ചൊക്കെ, തെലുങ്കിൽ നിന്ന് വരുന്നവരും വളരെ കുറച്ച്. പക്ഷെ നമുക്കറിയാം ഇവർ മലയാളിയല്ലെന്ന്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തുടക്കം മുതൽ തന്നെ മലയാളം ഈസി ആയിട്ട് നമുക്ക് സംശയം തോന്നും, ഇത് മലയാളിയാണോ അല്ലയോ എന്ന് സംശയം തോന്നും. അത്ര ഗ്രാസ്പ് ചെയ്ത് പിടിച്ചെടുക്കാനുള്ളൊരു കഴിവ് അതിനകത്തുള്ള ഒരു
എൻ്റെ ഒരു തീക്താനുഭവം കൂടെ ഞാൻ പറയാം. അപ്പൊ അല്ല ഇത് പൊക്കി പറഞ്ഞ് താഴോട്ട് ഇടുന്നതാണ് കേട്ടോ. ഇതും പൊക്കി തന്നെ പറയുന്നത്. അതായത് അമൃത ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുന്നതെന്ന്. സിനിമാക്കാരുടെ ഒരു സ്ഥലമാണ്. അപ്പം മൊബൈൽ ഫോണില്ല. ഒരു ദിവസം റൂമിലൊരു ഫോൺ വരികയാണ്. നോക്കിയാൽ നല്ല കിളിനാദം. ഞാൻ മുകേഷിൻ്റെ ഒരു ആരാധകയാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഹലോ മുകേഷ് ഏട്ടാ, ഇത്രയും ഒരു ആരാധിക മൂന്നാമത്തെ സിനിമയാണ്. മുകേഷ് ഏട്ടാ, ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ആരാധികയാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? പറഞ്ഞോ, കാണാൻ പറ്റുമോ? അതിനെന്താ, കാണാമല്ലോ. പിന്നെ എപ്പോഴാണ് കാണുന്നത്? അല്ല, ഞാൻ ഇവിടെ ഒരു ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഷൂട്ടിങ് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം വന്നു കഴിഞ്ഞാൽ എവിടെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് കാണാം. മ്യൂസിയത്തിലാണ് അന്നൊക്കെ എവിടെ ഞാന് ബസ്സിലാ വരുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പില് ഞാൻ എൻ്റെ ഒരു റെഡ് കളറിലൊരു ചുരിദാർ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അന്ന് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ മുകേഷ്? തീർച്ചയായിട്ടും. ഒരു സ്കാർഫ് എന്തായിരിക്കും ചുരിദാറിന്റെ കൂടെ ഒരു റെഡ് ആകുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ സ്കാർഫോ? അത് എൻ്റെ അടുത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാ. അതെല്ലാം ഞാൻ ഏറ്റ്. ഈ തരത്തില് ഞാൻ ശരിക്കും വീണതാണ്. ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അത്ര നല്ല സൗണ്ടാണ്. വരാൻ തയ്യാറായിരുന്നു കേട്ടോ, റെഡി ആയിട്ട്. അപ്പൊ ലാസ്റ്റില് ഇതൊക്കെയാണ് ദൈവം ഉണ്ടെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ വിളിക്കാൻ ചേട്ടൻ്റെ റൂം നമ്പറും ഹോട്ടലിൻ്റെ നമ്പറും ഒക്കെ അറിയാമല്ലോ. ശരി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡയലോഗ്, ഞാൻ മറുപടിയും വിളിക്കാം. ഒരു മലയാളി ഒരിക്കലും മറുപടിയും എന്ന് പറയത്തില്ല. പെട്ടെന്ന് എല്ലാം കൂടെ ഞാൻ പറയാം മേനക, എനിക്ക് മനസ്സിലായി, തുടക്കത്തിലേ മനസ്സിലായി. ഓ, അങ്ങനെ ഒരു മറുപടിയും എന്നുള്ളൊരു വാക്ക് മലയാളി ഉപയോഗിക്കാത്ത ഒരു വാക്ക്. എനിക്കറിയാം ആ സമയത്ത് ആ വാക്ക് കിട്ടുന്നില്ല, വീണ്ടും എന്നുള്ള വാക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ ഞാൻ മറുപടി വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ കുറച്ച് റെഡ് ചുടിദാർ ഇട്ടോണ്ട് പോയി പിടിച്ചേനെ. അല്ല, ഇല്ലെങ്കിൽ മുകേഷ് ഏട്ടൻ വീണ് പോയനല്ലേ? ഈ ഒരു മറുപടിയിൽ തിരിച്ചു പിടിച്ചു വന്നത്. അല്ല, അത് വീഴുന്നതല്ല. പിറ്റേന്ന് ആ ബസ് സ്റ്റോപ്പിൽ 11 തൊട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും കൊണ്ട് വയ്ക്കുന്നത് കാണാറുണ്ട്. കഷ്ടകാലത്തിന് ചുവപ്പ് ചുരിദാർ. എന്തായാലും എല്ലാവരെയും ഞാൻ ആ സീറ്റിലേക്ക് ഒന്ന് ഇരുത്തിക്കോട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വിഷു ബമ്പ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇന്ന് വിഷു ആയിട്ടൊരു പുതിയ സിനിമ റിലീസായിരിക്കുകയാണ്. ആ സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കളാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിഷുവിന് ഇറക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവരിങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. അപ്പൊ ഇന്ന് റിലീസായി തിയേറ്ററിൽ ഗംഭീര റെസ്പോൺസോട് കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിന്റെ ടീമാണ് നമ്മളുടെ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ഗസ്റ്റ്. അവരെല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ എൻറ്റയർ ടീമിന്റെ വിഷുദിന ആശംസകൾ. അപ്പൊ വിഷുദിനമായിട്ടൊരു ദുരൂഹ സാഹചര്യവുമായിട്ടാണ് ദിനേശേട്ടനും എൻറ്റയർ ടീമും എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം അല്ലേ? പറയൂ ചേട്ടാ. പേര് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അതെ, ഒരു ദുരൂഹ സാഹചര്യത്തിൽ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഡയറക്ട് ചെയ്തിട്ടുള്ള ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന പടം എല്ലാവരും കാണുക. നല്ല സിനിമയാണ്. അല്ല, എന്തായാലും സിനിമ നല്ലതാണ് നമുക്കറിയാം. ആ സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണം. നമുക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. കാര്യം ഈ ഫ്ലോറിൽ വന്ന പടങ്ങളൊക്കെ, പ്രൊമോഷൻ ചെയ്ത പടങ്ങളൊക്കെ ഹിറ്റാകുമ്പം നിങ്ങളെക്കാൾ ഏറെ സന്തോഷം ഞങ്ങൾക്കാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് മാത്രമല്ല പ്രേക്ഷകൻ. സജിൻ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമയാണ്. അതൊരു സോഷ്യൽ സെറ്റയർ, ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ടുള്ളൊരു സിനിമയാണ്. രതീഷൻ്റെ നാത്തൻ കേസോട്, കനകം കാമിനി കലഹം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ കണ്ട കാലം തൊട്ട് എനിക്ക് ആ പടത്തിൽ പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തിയത് ചാക്കോച്ചനാണ് ഇൻവൈറ്റ് ചെയ്യണത്. അപ്പം അങ്ങനെ സിനിമയിലേക്ക് എത്തി. നല്ലൊരു സിനിമയാണ് എല്ലാം കൊണ്ട് രീതിയിൽ. തിരുനെല്ലി, വയനാടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മളെല്ലാവരും ഉണ്ട്. 4 ഡയറക്ടേഴ്സ് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഒന്ന് ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദിലീഷ് ചേട്ടൻ, ചിദംബരം, പിന്നെ രാജേഷ് മാധവൻ. 4 ഡയറക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്.
അതിലൊരു സോങ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞാൻ ആൽക്കലി എന്ന് പറഞ്ഞ സോങ്. ഞാനതിൽ ചാക്കോച്ചന് ഡാൻസ് പഠിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ റിസ്ക് കുറച്ച് പരിപാടി. അത് തന്നെ ദുരൂഹ സാഹചര്യമാണ്. കാരണം ചാക്കോച്ചനെ പഠിപ്പിക്കുന്ന അതെ അതെ അതെ, അത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ വരില്ലായിരുന്നു. അല്ല, ഞങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിക്കോളാം. അതില് ചാക്കോച്ചന് ഡാൻസ് അറിയാൻ പാടില്ലാത്തൊരു ക്യാരക്ടറാണ്. ശരി, അത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. ചെറിയൊരു റിസ്ക് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ മൊത്തത്തിലൊരു ദുരൂഹ സാഹചര്യം ആ പടത്തിലുണ്ട്. ഇങ്ങനെ രാജേഷ് ചേട്ടനെയും അതുപോലെ തന്നെ ദിലീഷ് ചേട്ടനെയും ഇതിനു മുമ്പ് നമ്മൾ അഭിനയിച്ച് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ചിതു ചേട്ടനെ ഫസ്റ്റ് ടൈം ആണ് ഓൺ സ്ക്രീനിൽ ചിദംബരത്തിന് എൻട്രി. ആക്ഷൻ കട്ട് വിളിക്കുന്ന പോലെ തന്നെ എളുപ്പമുള്ളതാണോ? ഒട്ടും എളുപ്പമല്ല. ഞാൻ പണ്ട് എനിക്ക് അവിടെ നിന്ന് മോട്ടറിന് ബാക്കിൽ നിന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. അത് അവിടെ പോയിരുന്ന് അത് ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എല്ലാം റിയലാണ്. ഞാൻ ഇതേപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് രതീഷ് എന്നെ വിളിച്ചത്, ഇങ്ങനത്തെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ഞാൻ തിരക്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. ഞാനെപ്പറ്റി അധികം ചിന്തിച്ചില്ല. തിരിച്ച് നാട്ടിലെത്തി ഇതിന്റെ പരിപാടി തുടങ്ങിയപ്പോഴാണ് ഇത്രയും വലിയൊരു ക്യാരക്ടറാണ്, ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ് കയ്യിൽ തന്നതെന്ന് മനസ്സിലാക്കിയത്. എന്താണ്, എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടിപൊളി. ഇപ്പൊ പൂജ ആൻഡ് ശരണ്യ, എന്താണ് പറയാനുള്ളത് ദുരൂഹ സാഹചര്യത്തെ പറ്റിയിട്ട്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു രതീഷേൻ്റെ കൂടെ മൂവി ചെയ്യാന്നുള്ളത്. ആൻഡ് താങ്ക്ഫുള്ളി ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂവി രതീഷേൻ്റെ കൂടെ. അതുമാത്രമല്ല, എനിക്ക് ഒത്തിരി നല്ല നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ദിലീഷേട്ടനായിക്കോട്ടെ, ചിദംബരം ആയിക്കോട്ടെ, സജിൻ, രാജേഷ് മാധവൻ, വേറെ ഒരുപാട് നല്ല നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ആൻഡ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ പേര് മിനി എന്നാണ്. ഞാൻ അവിടുത്തെ വയനാട് തിരുനെല്ലി അവിടുത്തെ തോൽപ്പെട്ടി പഞ്ചായത്തിലത്തെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയിലത്തെ ഒരു പേഴ്സണാണ്. അവിടുത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഒരു ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ റെസിഡൻഷ്യൽ സ്കൂൾ പോലത്തെ അങ്ങനത്തെ ഒരു ട്യൂഷൻ സെൻറ്ററിലെ ഒരു ടീച്ചറാണ് ഞാൻ. ആൻഡ് പിന്നെ ചാക്കോച്ചൻ്റെ കൂടെയാണ് ഞാൻ കൂടുതലും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. അപ്പം എല്ലാവരും അത് കണ്ട് സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ദയവിത് പോയി കാണണം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ ഒരു ദുരൂഹതയും ഇല്ലാതെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരുപാടധികം ചിത്രങ്ങളിൽ നല്ല നല്ല ക്യാരക്ടർ റോൾസിലൂടെ പൂജയെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അല്ലേ? അപ്പം ഇതിനകത്തും അതേപോലെ ഒരു ഗംഭീര പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? എന്താണ് ക്യാരക്ടർ? അത് സിനിമ കാണുമ്പോൾ എനിക്കും മനസ്സിലാവുള്ളൂ എന്നാണ്. അപ്പൊ ഒരു ദുരൂഹ ക്യാരക്ടറാണ്? അത്ര ദുരൂഹതയൊന്നുമില്ല. ഞാൻ ദിലീഷ് ഏട്ടൻ്റെ ഭാര്യയായിട്ടാണ് സിനിമയിൽ. പക്ഷെ എല്ലാ സിനിമയിലെയും പോലെ വളരെ ചെറിയ ഒരു കഥാപാത്രമാണെങ്കിലും ഇച്ചിരി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള കഥാപാത്രമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം വീണ്ടും കൂട്ടുകാരുടെ കൂടെ അഭിനയിക്കാനും ഒക്കെ പറ്റി. എസ്പെഷ്യലി ചിതുവിനെ മീൻസ് സംവിധാനം ചെയ്യുമ്പോഴാണ് ചിതുവിനെയാണ് അറിയുന്നത്. ഒത്തിരി കഥയും ഇവൻ്റെ സ്ക്രിപ്റ്റ്സും ഒക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ ഒരു സീൻ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എന്താ വെച്ചാൽ പിന്നെ സജിൻ്റെ കൂടെ ആണെങ്കിലും എപ്പോഴും എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴൊക്കെ സജിൻ്റെ അടുത്തൊക്കെ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഭയങ്കര സന്തോഷം. അപ്പോൾ ചാക്കോച്ചനെ കാണുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താ ഈ പ്രായം തമ്മിൽ മോഹം നൽകി അങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചാക്കോച്ചൻ വന്നത് ആദ്യത്തെ ഡയലോഗിൽ എടത്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ. അപ്പോൾ ഭയങ്കര രസമുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, പൂജയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വേഷങ്ങൾ, കുറേ സിനിമകൾക്ക് ഒരുപാട് വേഷങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യുന്നതാണ് പൂജ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാൻസ് ആയി തോന്നുന്നു പൂജയ്ക്കല്ലേ? ഒരുപാട് ഫാൻസ് ഉണ്ട്. പക്ഷേ പൂജയുടെ പ്രത്യേകത ഇന്റർവ്യൂവിലൊന്നും കയറി മലമറിക്കാറില്ല. ചെയ്ത പടങ്ങളിലൊക്കെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ആണ്. അതിന് ഐറ്റം വേറെ ഒരു നന്ദി, താങ്ക്സ് പറയാണ് പ്രേക്ഷകർക്ക് പേരിൽ. ഇനിയിപ്പോൾ നമുക്ക് ദിലീഷ് ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചാക്കോച്ചനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ചാക്കോച്ചൻ ഇപ്പം എന്തായാലും ഇവിടെ ഇല്ല. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ഇൻവോൾവ്മെന്റിനെ പറ്റിയിട്ടും ആൻഡ് എന്താണ് ദുരൂഹ സാഹചര്യം എന്ന ഈ ഒരു സിനിമ? ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സേതു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. ഞാൻ സേതുവിൻ്റെ ചേട്ടനായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ എൻ്റെ അനിയനായിട്ടാണ് സേതു. സേതു തോൽപ്പെട്ടിയിലെ ഒരു ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാളുടെ ലൈഫിലേക്ക് ഒരു രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ അയാളുടെ ചേട്ടൻ്റെയും ഒക്കെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ചില പ്രത്യേകതകളാണ് സിനിമ പറയുന്നത്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു മധു. കാരണം ഞാനിത് ഈ ക്യാരക്ടറിനെ കുറിച്ച് രതീഷ് ചേട്ടൻ എന്നോട് പറയുമ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് ചെയ്യണോ, കാരണം ഇത് എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുമോ ഈ ക്യാരക്ടർ എന്ന് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ക്യാരക്ടർ പാളിക്കഴിഞ്ഞാൽ പടം പാളും. അപ്പം എനിക്ക് ഭയങ്കര ഉത്തരവാദിത്തമായിരുന്നു ആ ക്യാരക്ടർ ഏറ്റെടുക്കുക. ഈ ക്യാരക്ടർ ഇങ്ങനെ ബെഡ് റിട്ടനായിട്ട് തളർന്ന് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് വർഷങ്ങളായിട്ട്. അപ്പം അങ്ങനെ ഭയങ്കര പെർഫോമൻസ് സാധ്യതകളുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യാന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊരു സമാധാനം തോന്നുന്നുണ്ട്, ഓക്കെ ആണെന്ന് തോന്നുന്നു. ചാക്കോച്ചൻ്റെ എന്നാത്താം കേസ് കൊടുക്കിന് ശേഷം എനിക്ക് തോന്നുന്നു അത്രയും രസമുള്ളൊരു പെർഫോമൻസ് ചാക്കോച്ചൻ്റെ ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ചാക്കോച്ചനായിട്ട് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പെർഫോമിങ് സ്കെയിലുകളുള്ളൊരു പടമാണ്. അത് ഭയങ്കര രസമായിട്ട് ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. ഓക്കെ, മുകേഷ് ചേട്ടാ, അപ്പൊ വിഷുവായിട്ട് ദുരൂഹ സാഹചര്യം റിലീസായിരിക്കുകയാണ്. മുകേഷ് ചേട്ടൻ എന്താണ് രണ്ട് ബാക്കി ഒരു വേള ബെസ്റ്റ് ടൈറ്റിൽ തന്നെയാണ്. കാര്യം വർഷങ്ങളായിട്ട് നമ്മൾ സിനിമ കാണുമ്പം ഒരു കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഡയലോഗാണ് ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തന്നെ അതൊരു ടൈറ്റിലായിട്ട് വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഏതോ ദുരൂഹ സാഹചര്യം അതിനകത്തുണ്ട് എന്നുള്ള ഒരു വലിയ ക്യാച്ചാണത്. മേനക ചേച്ചി വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാവട്ടെ. 4 ഡയറക്ടേഴ്സാണ്. എൻറ്റയർ ക്രൂവിനും എൻ്റെ എല്ലാവിധ വിഷു ആശംസകളും സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാണ്. ഇപ്പം ചാക്കോച്ചൻ എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ചാക്കോച്ചനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ചാക്കോച്ചൻ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമ്മളൊന്ന് വയസ്സായിപ്പോ, അല്ലെങ്കിൽ അങ്ങയുടെ കൂടെ ഹീറോയിൻ അഭിനയിക്കാം. ഇപ്പോഴും നമുക്കൊരു പാവാടയോ ബ്ലൗസോ അല്ലെങ്കിൽ വല്ല ചുരിദാരോ അല്ല നല്ല സൈഡിലൊരു പൂവൊക്കെ വെച്ച് വിട്ടാൽ ഞാൻ അഭിനയിക്കും, ഞങ്ങൾ അഭിനയിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നാലും ചാക്കോ ഐ എം ഗ്രേറ്റ് ഫാൻ. ആവേശം കണ്ടിട്ട്, പൊന്മാന് കണ്ടിട്ട് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. കേട്ടോ, ഞാൻ ഇത് ആരാണ് പണ്ട് നമ്മുടെ ചെമ്മീനിൽ കണ്ടപ്പോൾ കൊട്ടാരക്കാര ശ്രീധരൻ നായർ സാറിനെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഇതിൽ പൊന്മാനിൽ കണ്ടപ്പോൾ തോന്നിയത്. സോ ഐ എം എ ഗ്രേറ്റ് ഫാൻ. ഭയങ്കര രസമാണ്. ചാക്കോച്ചൻ്റെ ഏറ്റവും വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. അപ്പോൾ അദ്ദേഹത്തിനും എല്ലാവർക്കും, നിങ്ങളെല്ലാവർക്കും, എൻറ്റയർ ഗ്രൂപ്പിനും സക്സസ് ഉണ്ടാവട്ടെ. അത് തിയേറ്ററിൽ തന്നെ ചെന്ന് പടം കാണണം. അതാണ് അണ്ടർലൈൻ ദ വേർഡ്. അതാണ് കാരണം ഞാൻ ഒരു പ്രൊഡ്യൂസറിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് അറിയാം ഒരു പ്രൊഡ്യൂസറിന്റെ വേദന എന്താണെന്നുള്ളത് നമുക്കേ അത് അറിയാൻ പറ്റുള്ളൂ. സോ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനും കാണാം കേട്ടോ, കാണാം. സജിചേട്ടാ, ഇപ്പൊ വിഷുവായിട്ട് ഇന്നിപ്പോ ഒരു കൈനീട്ടമൊക്കെ കിട്ടിയില്ലേ? ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. മുകേഷ് ചേട്ടാ നേരത്തെ കേട്ടില്ല മേനക ചേച്ചി പറഞ്ഞത്, ഇന്നും ഒരു ചുരിദാറോ പൂവോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചാക്കോച്ചന്റെ നായികയായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അല്ല, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പൂവ് എവിടെ വെക്കുന്നെന്ന് ഞാൻ ചോദിച്ചതിന് ഞാൻ ചോദിക്കുന്നു, പൂ ചെവിയിലാണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെവിയിൽ വെച്ച് തരാം. പക്ഷെ അതൊന്നും ഞാൻ ചോദിക്കത്തില്ല കേട്ടോ, അതൊക്കെ പണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. ഇപ്പൊ അതൊന്നും ചോദിക്കത്തില്ല. ആഗ്രഹം, മേനകയുടെ ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ മാർക്കിടേണ്ടത്. ഒരു ആർട്ടിസ്റ്റ് അവസാന കണ്ണടയ്ക്കുന്നത് വരെ ഏറ്റവും വലിയ റോൾ അഭിനയിക്കണം എന്നുള്ളതായിരിക്കണം ആ ആഗ്രഹം. ഓൾ ദി ബെസ്റ്റ് മേനക ആൻഡ് വിഷു ആശംസകൾ ഓൾസോ. ഓക്കെ, ശാന്തി മാം എന്താണ് പറയാനുള്ളത്? ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു മിസ്റ്ററി, ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലിം ആയിരിക്കും തന്നെയാണ് എനിക്കും തോന്നുന്നത്. സോ ഞാനും തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കും. ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകളും ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ. ശാന്തി മാം ആക്ച്വലി ചാക്കോച്ചന്റെ അമ്മയായിട്ട് കുട്ടനാടൻ മാർപ്പാപ്പയാന്ന് തോന്നുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഗംഭീര കെമിസ്ട്രി ആയിരുന്നു ഇവർ തമ്മിൽ, ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ. ചാക്കോച്ചനോട് എന്താണ് ശാന്തി കൃഷ്ണ മാമിന് പറയാനുള്ളത്? ഓൺ സ്ക്രീൻ മകൻ എന്താ നേരിട്ടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് പടം കുട്ടനാടൻ മാർപ്പാപ്പ. അതിനു മുമ്പേ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ വർക്ക് ചെയ്തത് അപ്പോഴാണ്. പറഞ്ഞതുപോലെ ഇതേപോലെ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു ഞാനും ചാക്കോച്ചനും തമ്മിൽ. അത് ചാക്കോച്ചൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പറയും. ഞാൻ ആദ്യമായിട്ട് ശാന്തി മാം വന്നപ്പോൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ക്വയറ്റായിരിക്കും, ഭയങ്കര വന്ന് ആരോടും മിണ്ടൂല. പ്ലസ് ഒരു ഇത്രയും ആവുമ്പോൾ നമ്മൾ എങ്ങനെയായി ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോമഡി റോളാണ്. അപ്പോൾ അങ്ങനെ സെറ്റായില്ലെങ്കിൽ എങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞു വന്നപ്പോഴേ, കാരണം ഐ വാസ് ലൈക്ക് ഞാൻ വെറുതെ ഇങ്ങനെ ഇന്നത്തെ കാലത്തിന് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കല്ല. അപ്പോൾ അന്ന് തൊട്ട് ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ ഇന്നും.
സോ എവിടെ വെച്ച് കണ്ടാലും ഇതും ഒക്കെ ഇറ്റ്സ് ഭയങ്കര പ്ലേഫുൾ ആണ്. അല്ലെങ്കിൽ ഞാൻ പിണങ്ങി ആ സ്റ്റൈലിൽ സംസാരിക്കുന്നതും പല പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയും. 8 മണി കഴിഞ്ഞാൽ പിന്നെ മാമിനെ കിട്ടില്ല, വേഗം വേഗം ഷോട്ട് എടുക്കൂന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ വിശക്കുന്നു, ദോശ മേടിച്ചു കൊടുക്കും, അത് മേടിച്ചു കൊടുക്കും. 8 മണി ആകുമ്പോഴേക്കും പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇനി എത്ര ഷോട്ട് ഉണ്ട് ബാക്കി ചോദിച്ചോണങ്ങ് നടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷനിലൊക്കെ എന്നെ കുറിച്ച് ശരിക്കും ഒരു അമ്മയും മകനും പോലുള്ളൊരു ബോണ്ട് തന്നെയായിരുന്നു. യാതൊരു സംശയമില്ല കാര്യത്തില്. മാത്രമല്ല ഇന്ന് 3 പടം ഞാൻ അഭിനയിച്ചു ആസ് ഹിസ് മദർ. ഞാൻ തൽക്കാലം സജൻ ചേട്ടനോടൊന്ന് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ഒന്ന് സീറ്റിലേക്ക് ഇരുത്തുവാണ് കേട്ടോ. പ്ലീസ് സ്റ്റേ ബാക്ക്. അപ്പോൾ താങ്ക് യു. നമ്മുടെ കുട്ടികളെയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗസ്റ്റുകൾ എല്ലാവരും, മുകേഷ് ചേട്ടാ, മേന ചേച്ചി, ശാന്തി കൃഷ്ണ മാം, എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരിക. നമ്മുടെ കാര്യക്കാരും വരിക. പ്ലീസ് ജോയിൻ us. ഈ വിഷു എന്ന് പറയുമ്പോൾ കൈനീട്ടം ഭയങ്കര അല്ലേ, ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. കൈനീട്ടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ സ്പെഷ്യലി കുട്ടിക്കാലത്തൊക്കെ പങ്കുവയ്ക്കാൻ? എനിക്ക് നസീസ് സാർ ഒരു 5 രൂപ തന്നായിരുന്നു. ആണോ? അത് ശരി. 5 രൂപ നസീസ് സാറിന്റെ ഒപ്പിട്ട് എൻ്റെ കയ്യിൽ തന്നായിരുന്നു. അത് എന്നിട്ട് സൂക്ഷിച്ച് മേക്കപ്പ് ബോക്സിൽ തന്നെ വെച്ചിരുന്നു. ആരോ ഡപ്പയുടെ കൂടെ എടുത്തോണ്ട് പോകും. അയ്യോ. 2 പേരാണ്. ഒന്ന് അദ്ദേഹം തന്നു, ഒന്ന് കന്നഡത്തിലെ രാജ്കുമാർ സാർ എനിക്കൊരു 20 റുപ്പീസ് അദ്ദേഹത്തിന്റെ ഒപ്പിട്ട് തന്നായിരുന്നു. രണ്ടും വളരെ സൂക്ഷിച്ചാണ് വെച്ചിരുന്നത്. എനിക്ക് വേറെ ഒന്നും പോയതിൽ വലിയ വിഷമമില്ല. നസീർ സാറിന്റെ 5 രൂപയും ഇദ്ദേഹത്തിന്റെ ഒരു 20 രൂപയും പോയതാണ്. എത്ര ലക്ഷം സമ്പാദിച്ചാലും ഇനി ആ 2 രൂപ ഇനി ജമ്മത്തിൽ കിട്ടൂല. അതെനിക്കൊരു വലിയൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. വിഷുവായിട്ട് കിട്ടിയതായിരുന്നു എനിക്കത്. മുകേഷ് അല്ല, വിഷുക്കണി എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് വലിയ കാശൊന്നും ഇല്ലാതിരുന്ന കാലത്തായിരുന്നു നമ്മൾ ആദ്യം ഒരു ബോധവൽക്കരണം എല്ലായിടത്തും വിഷു കൈ നീട്ടതിനെ കുറിച്ച്. വിഷു കൈ നീട്ടമാണ് പ്രധാനം. എന്ത് തരുന്നു എന്നല്ല, നമ്മൾ തരുന്നു, വാങ്ങുന്നു. അങ്ങനെ അതാണ് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ തരുന്ന ആ മനസ്സും ആ മുഹൂർത്തവും വിഷുവുമാണ് പ്രധാനം. അല്ലാതെ എന്ന് പറഞ്ഞാൽ വലിയൊരു ബോധവൽക്കരണം നടത്തിയ എല്ലാവർക്കും ഓരോ രൂപ കൊടുക്കും. എല്ലാവർക്കും വേണമെങ്കിൽ ഇനിയും പിന്തുടരാം. കഴിഞ്ഞിട്ടും തരൂ. അത് തരാം. ഒരു രൂപ തന്നെയല്ലേ? പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല, പണ്ട് 25 പൈസ ഒരു ഇങ്ങനെ കോയിൻസ് കുറെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയി നമസ്കരിക്കും, അച്ഛ അല്ലെങ്കിൽ അപ്പുപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷ് കൈ നീട്ടം എന്ന് പറയും. അപ്പൊ നമ്മൾ കണ്ണടച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ തരുന്നത്. പിന്നെ അപ്പൊ വലിയ കാര്യമാണ് നമ്മുടെ 25 പൈസ 1 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് വല്ല മുട്ടായി മേടിക്കുക, തിന്നുക, ഇതൊക്കെ. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം വിഷു അത്ര നല്ലതല്ല. കാര്യം വരുന്ന ആൾക്കാർ, കൂട്ടുകാരാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും ഒക്കെ വൻ പ്രതീക്ഷയിലാണ് വരുന്നത്. സിനിമാ നടന്റെ കൈനീട്ടമാണല്ലോ. ഞാൻ എന്ത് കൊടുത്താലും നീ എത്ര കൊടുത്താലും അവരതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ആ ലിപ്പ് എനിക്ക് കാണാം. എന്നിട്ട് വലിയ സിനിമ മോട്ടിവേഷൻ കൂടെ പറ്റൂല അല്ലേ? മോട്ടിവേഷൻ ഏക്കുന്നില്ല. കൈനീട്ടമില്ലാതെ ഒരു വിഷു നമുക്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഒരു സ്ഥാനമാനമൊക്കെ വെച്ച് മുകേഷ് ചേട്ടനാണ് നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തരേണ്ടത്. ഇവിടെ വെച്ചാ ഈ വേദിയില് ഇന്നിപ്പോ ഈ വിഷുവിനാ? അതെ, ശരി ശരി. പക്ഷെ അത് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ മുകേഷ് ചേട്ടനെ കൊണ്ട് മാത്രം അങ്ങനെ പറഞ്ഞിരുന്നേ നമ്മള് അല്ലേ? അതെ അതെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പേര് ഞാൻ ഇതിനകത്ത് എഴുതി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും മുകേഷ് ചേട്ടൻ ഒരാളെ തെരഞ്ഞെടുക്കും. ആ ആള് എല്ലാവർക്കും കൈനീട്ടം തരും. ഫെയർ അല്ലേ? ഫെയർ അല്ലേ? പെട്ടെന്ന് പറഞ്ഞ എങ്ങനെ ഫെയർ അല്ലേ? നമ്മൾ അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞില്ലല്ലോ നിങ്ങള്. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. എന്റെ പേര് ഇപ്പൊ തൽക്കാലം വരല്ലേ? എല്ലാവരുടെയും പേരുണ്ട്. ശാന്തി മാമിന്റെ പേരുണ്ട്, മേനക മാമിന്റെ പേരുണ്ട്, മുകേഷ് ചേട്ടന്റെ പേരുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ടീം തരികിടതോം എന്ന് പറഞ്ഞൊരു സിനിമയില് വേണുചേട്ടൻ ശ്രീരാമനായിട്ട് അഭിനയിക്കണം, എല്ലാവർക്കും ശ്രീരാമനായിട്ട് അഭിനയിക്കണം, വേണ്ട നമുക്കൊരു ലോട്ടിടാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇതെടുത്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എല്ലാരും ഭയങ്കര നിരാശയായിട്ട് പോയിട്ട് ഈ തുണ്ട് കൊണ്ട് വെളിയിൽ കളയുമ്പം നോക്കുമ്പോ എല്ലാത്തിനകത്തും പുള്ളിയുടെ അതൊരു ഭയങ്കര ഐഡിയ ആയിരുന്നു. അത് കൊള്ളാം. ഇത് പക്ഷെ അങ്ങനെയൊന്നും അല്ല, എല്ലാവരുടെയും പേരുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അവനവൻ കുരുക്കുന്ന ഇല്ല ഇല്ല, ഇതിൽ എല്ലാവരുടെയും പേരുണ്ട്. ധൈര്യമായിട്ട് എടുത്തോ.
അപ്പൊ ഈ ചീട്ട്, അതായത് ഈ ലോട്ടിലെ പേരുള്ള ആളാണ് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കാൻ പോകുന്നത്. ഒരു വലിയ കൈയടി. ഇതാരാ നമുക്ക് നോക്കാം. വായിക്കണം. വായിക്കും മുകേഷ് ഏട്ടാ, ഉറക്കെ വായിക്കും. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ എന്റെ പേര് വായിച്ച് ഞാൻ ദുഃഖിക്കുന്നത്. ഇതുവരെ എന്റെ പേര് വരുമ്പോഴൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. ഞങ്ങള് പ്രതീക്ഷ ഇതായിരുന്നു, അല്ലേ? ഇത് തന്നെയായിരുന്നു. അതൊരു വിധിയാണ് മുകേഷ് ഏട്ടാ. അത് സംഭവിച്ചു. അപ്പൊ ഞാൻ എന്താ കൊടുക്കണം എന്ന് ആലോചിക്കായിരുന്നു. കയ്യിലെന്തോ മിന്നുന്നുണ്ട്. അല്ല, വാച്ചൊക്കെ ഒന്നല്ലേ ഉള്ളൂ. ഇവരൊക്കെ എല്ലാരും ഓരോരുത്തരും ഒന്നൊന്നും എടുത്തോളാം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എന്ത് കൊടുക്കും എന്ന് പറയണം. നമുക്ക് ശാന്തി മാമിന്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നെക്ലസ് കൊണ്ടുവന്നില്ല. നെക്ലസ് എവിടെ പോയാലും നെക്ലസ് എടുത്ത് വെക്കുന്നതാണ്. അപ്പൊ നെക്ലസ് ഉണ്ടായിരുന്നെങ്കിൽ അതെ ശാന്തി മാമിന് നെക്ലസ് കൊടുത്തേനെ. മേനക മാമിനോ? കയറുമാല. ഓക്കെ, കയറുമാല നെക്ലസ്. എനിക്ക് മുകേഷ് ഏട്ടാ ഒരു കിരീടം. ഓ, സ്വർണം, വെള്ളി, എന്താണ്? സ്വർണ്ണ കിരീടം. സ്വർണ്ണ കിരീടം. തരുന്നതല്ലേ, അപ്പൊ അത് സൂര്യ കിരീടം. നമ്മുടെ കാര്യക്കാര് 3 പേർക്ക്, ഇവർക്ക് 3 പേർക്കും 15 സെന്റ് സ്ഥലം വെച്ച്. മുകേഷ് ഏട്ടാ റിച്ച് സീൻ ഉണ്ട്. ഇങ്ങനെ ഒരു കൈനീട്ടം കിട്ടിയിട്ടില്ല. ഒരു വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കും. ഇനിയെങ്കിലും മുകേഷ് ഏട്ടാ അത്രയൊന്നും ഇപ്പൊ തൽക്കാലം കഷ്ടപ്പെടണ്ട. ഇതിപ്പോ സംഭവങ്ങളൊക്കെ തന്നേനെ, പക്ഷെ ഇപ്പൊ ഒന്നും കയ്യിൽ എടുത്തിട്ടില്ല, പ്രിപ്പയർഡ് ആയിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞു നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷെ മുകേഷ് ചേട്ടൻ കമ്പിളിപ്പതപ്പോ കേട്ടു അല്ലേ? എന്തായാലും ആ കമ്പിളിപ്പോ അങ്ങനെ നമ്മൾ വിടില്ല. വിഷു കൈനീട്ടം നമ്മുടെ ഐറ്റം വേരുടെ വേദിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് മുകേഷ് ഏട്ടൻ തന്നെ ആദ്യമായിട്ട് നമ്മുടെ മേനക മാമിന് വിഷു കൈനീട്ടം നൽകിയാൽ പ്ലീസ്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ശാന്തി മാമിനും കൂടെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് തുറന്നു എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. ശാന്തിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനി ഈ ഒരു സ്വർണ്ണപ്പൊതി ഇത് ആർക്കാണെന്ന് ഒന്ന് ഗസ് ചെയ്യാമോ? അത് മുകേഷ് ഏട്ടന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ മുകേഷ് ഏട്ടന് ഈ ഒരു വിഷു കൈനീട്ടം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഗസ്റ്റുകൾ 3 പേർക്കും വിഷു കൈനീട്ടം കിട്ടി. ഇനി നമ്മുടെ കാര്യക്കാർക്കാണ് മുകേഷ് ഏട്ട വിഷു കൈനീട്ടം കൊടുക്കാനുള്ളത്. പ്രജോദേട്ട ഐശ്വര്യമായിട്ട് ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അടുത്തതായിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ. അടിച്ച് കലക്ക്, ഈ കൊല്ലം തകർക്കുക. മീനാക്ഷിയുടെ വിവാഹം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രത്യേക വിഷുവാണ്. ഓ, താങ്ക് യു. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു. ഇത് തുറക്കണ്ടേ? ഇത് അറിയണ്ടേ? നമുക്കൊരു ആകാംക്ഷയാണ്. ചേച്ചിക്ക് എന്താണ് കൊടുക്കുന്നത്? തുറന്നു നോക്കണ്ടേ. നെക്ലസ് ആയിരിക്കോ അല്ലെങ്കിൽ കയറുമാല ആയിരിക്കോ? അതോ ഇനി കിരീടമായിരിക്കോ? അറിയില്ല. എന്തായിരിക്കും ഗസ് ഉണ്ടോ? മേനക സാരി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും സാരി ആയിരിക്കും. അയ്യോ, ഐ ലവ് ദ കളർ. നല്ല കളർ, അടിപൊളി. ഇതൊന്ന് വെച്ച് കാണിക്കോ? അടിപൊളി, സൂപ്പർ. ഓ, എന്താ ഭംഗിയില്ലേ? നോക്കൂ മുകേഷ് ഏട്ടാ, ഗംഭീരം. ഓരോരുത്തർക്ക് കിട്ടിയ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? അതെ, കറക്റ്റ്. ഈ ബ്ലൗസ് നല്ലൊരു കൈ കൊടുക്കണം. അടിപൊളിയുണ്ട്. നമുക്കിനി മുകേഷ് എന്നൊന്ന് കാണണ്ടേ? മുകേഷ് ഏട്ടാ ഒന്ന് അൺബോക്സ് ചെയ്യൂ. എന്തായിരിക്കും മുകേഷ് ഏട്ടാ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇത് മുണ്ടും പൈജാമ. മുണ്ടും കുർത്തയുമാകാം, ഷർട്ടും ആകാം. ഇത് മേനക ചേച്ചിയാണ് സൂപ്പർ. ഇത് ശാന്തി കൃഷ്ണ മാമിന് കിട്ടിയ സാരി ആയിട്ട് നല്ല മാച്ച് ഉണ്ടല്ലോ. വയലറ്റ് ഇതുമായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലെ മുകേഷ് ഏട്ടാ? നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു. കറക്റ്റ് ആയിട്ട് അടിപൊളി. ഇനിയിപ്പോ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ സിനിമാ സെറ്റിലൊക്കെ വെച്ചിട്ടാണെങ്കിലും കിട്ടിയ ഒരു വിഷു കൈനീട്ടത്തെ പറ്റിയിട്ടൊന്ന് പറയൂ മുകേഷ് ഏട്ടാ. വിഷു കൈനീട്ടം എപ്പോഴും മലയാളി എന്നുള്ള നിലയിലും നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്നുള്ള നിലയിലും ഒക്കെ ഭയങ്കരമായ ഒരു വില മതിക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ചും അമ്മ, അച്ഛൻ, അതേപോലെ ഏറ്റവും അടുത്ത ആൾക്കാർ, അമ്മൂമ്മയൊക്കെ തരുന്ന വിഷു കൈനീട്ടം നമ്മൾ മാറ്റിവെക്കും. അത് ഒരിക്കലും നമ്മൾ ചിലവാക്കാൻ തോന്നത്തില്ല.
ഒന്നുകിൽ പേഴ്സിനകത്ത് മേശയ്ക്കകത്ത് മാറ്റി വെച്ചേക്കും. കാര്യം അതൊരു ഐശ്വര്യമാണ്, ഒരു കൊല്ലം നിൽക്കുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള ഒരു ഓർമ്മയും കൂടെ ആണത്. എന്ത് പ്രശ്നം വന്നാലും ഈ പൈസ ഒരു കൊല്ലം നമ്മൾ വലിയ എമൗണ്ടൊന്നും കാണത്തില്ല, മാറ്റി ഇങ്ങനെ വെക്കും. പക്ഷെ അന്നത്തെ ആ അവസ്ഥയും ദാരിദ്ര്യവും എല്ലാം കാരണം പിറ്റേ ദിവസം തന്നെ അതെടുത്ത് ചിലവാക്കേണ്ടതായിട്ട് വന്ന ചരിത്രമാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്തിനായിരിക്കും മുകേഷ് ചേട്ടാ അത് മോസ്റ്റ്ലി എടുത്ത് യൂസ് ചെയ്യാറായിട്ടുള്ളത്? സിനിമയ്ക്ക് പോവുക. അത് ശരി. അയലത്തെ സുന്ദരി എന്ന് പറഞ്ഞ ബോർഡ് വന്നു കഴിഞ്ഞാൽ വിഷു കൈനീട്ടമൊക്കെ പറക്കത്തില്ല. മേനക മാമിനോ വിഷു കഴിഞ്ഞിട്ടും കൊടുക്കുകയോ അല്ലെങ്കിൽ അതിങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് എന്തെങ്കിലും വാങ്ങുകയൊക്കെ ചെയ്തൊരു ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് വിഷു കൈനീട്ടം കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ പിടിച്ച് വാങ്ങിക്കുകയാണ്. സുരേഷ് ചേട്ടനയിൽ രാവിലെ വിളിച്ച് ഉണർത്തി വിഷു കൈനീട്ടം തരണേ, വിഷു കൈട്ട് അങ്ങനെ പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വിഷു കൈനീട്ടം വാങ്ങിക്കുന്നത് എൻ്റെ മോള് കീർത്തിക്കാണ്. കീർത്തിക്കാണ് ഏറ്റവും കൂടുതൽ. അന്നത്തെ ദിവസം എവിടെ ഉണ്ടെങ്കിലും ഓടി വന്ന് എല്ലാവരുടെ കയ്യിലും പൈസ 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 എന്ന് പറയും. ഇപ്പോഴും പറയും എങ്ങനെ. ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ വലിയ സ്റ്റാർ, അതൊക്കെ ആവട്ടെ, ആ കിട്ടുന്നത് അങ്ങ് എടുത്ത് വാങ്ങിക്കുന്നതിൽ ഒരു സുഖം വേറെ ഒന്നും കിട്ടൂല എന്ന് പറയും. എന്നിട്ട് അവൾ വന്നില്ലെങ്കിലും എല്ലാവരെയും വിളിച്ച് പറയും, അന്നത്തെ ദിവസം വിളിച്ച് പറയും എൻ്റെ കാശ് മാറ്റി വെച്ചേക്കണം, ഞാൻ വരുമ്പോൾ തരണേ എന്ന് പറയും. അങ്ങനെ വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് അവളെയാണ് ഞാൻ കൂടുതലും ഓർക്കുന്നത്. ആ സമയത്തേക്ക് അവൾ വാങ്ങിക്കാനായിട്ട് ഓടി വരുന്നതിന്. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും കാണുന്നതുകൊണ്ട് അറിയില്ല. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ഇത്തവണയും വരുന്നില്ല. ഇപ്പോൾ ഇത്തവണ അവൾക്ക് കാലിൽ ഒരു ചെറിയൊരു മുറിവുണ്ട്. അതുകൊണ്ട് അവൾക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ്. അവൾക്ക് ഇത്തവണ വരാൻ പറ്റിയില്ല. സോ അവളെയാണ് ഞാൻ ഓർക്കുന്നത്. എപ്പോഴും വിഷു കൈനീട്ടം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കും. സുരേഷ് ചേട്ടന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അങ്കിളെ തരൂ, അങ്കിളെ തരൂ, അങ്കിളെ തരൂ എന്ന് പറഞ്ഞ് റെഡി ആയിട്ട് ഇങ്ങനെ ഒരു ക്രോസിൽ ഒരു ബാഗ് ഇടും. ആദ്യം ഇങ്ങനെ ചുരുട്ടി ഇങ്ങ് വെക്കും. പ്രൊഫഷണൽ ആയിട്ട് അവളെയാണ് ഞാൻ ഓർക്കുന്നത് ഈ സമയത്ത്. അല്ല മാമ, അപ്പൊ ഇപ്രാവശ്യത്തെ വിഷു കൈനീട്ടം എടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ പിടിച്ച് വാങ്ങിക്കും. അല്ല, ഒരു ചെറിയൊരു ഓർമ്മയും കൂടെ. ഇപ്പം കുറച്ച് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പം ഒരു പ്ലാൻ വന്ന് പറഞ്ഞു, വിഷു കൈനീട്ടം തരുന്നു, അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നു. അപ്പം മേനക, വിഷു കൈനീട്ടത്തെക്കുറിച്ച് ഞാൻ എന്തോ സംസാരിക്കാൻ. അപ്പൊ ശാന്തികൃഷ്ണ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും നിർത്താൻ പറയുന്നവരെ സംസാരിക്കുന്നതും ഒരു 3 മിനിറ്റ് മുമ്പ് നടന്നതേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കി. മേനക ഫസ്റ്റ് തൊട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ബോംബെയിലാണ് ഈ വിഷു കൈ നീട്ടം, വിഷു എന്നൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തീരെ കുഞ്ഞിയായിട്ടിരിക്കുമ്പോൾ തന്നെ അപ്പോൾ അമ്മ തലേ ദിവസം രാത്രി ഇങ്ങനെ എല്ലാം ഒരുക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് പോകും. ഞാൻ ബ്രദേഴ്സ്. അപ്പോൾ അമ്മ പറയാം ഇപ്പോൾ കാണാൻ പാടില്ല, രാവിലെ ഞാൻ വിളിക്കും, അപ്പോഴേ കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അമ്മ അത് ഒരുക്കുമ്പോൾ ഞങ്ങൾ ഒളിച്ചൊക്കെ ഇന്ന് കാണും. യു ജസ്റ്റ് വോണ്ട് ടു സീ വാട്ട് ഷീ ഈസ് ഡൂയിങ്. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഞാനാണ് ആദ്യം എനിക്ക് ആദ്യം എണീക്കണം എന്ന് പറയും. എന്നിട്ട് പിന്നെ അമ്മ രാവിലെ തന്നെ വന്നിട്ട് പതുക്കെ ലൈറ്റ് ഒന്നും ഓൺ ചെയ്യാതെ ഞങ്ങൾ ആദ്യം വന്നിട്ട് കണ്ണങ്ങ് പൊത്തും. എന്നിട്ട് പിന്നെയാണ് പറയുന്നത് പതുക്കെ സ്ലോലി എഴുന്നേറ്റോളണം, കൈ പിടിച്ചോളണം, ഞാൻ കൊണ്ടുപോകാം എന്ന് പറയും. എന്നിട്ട് പതുക്കെ അമ്മ എന്നെ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ പോയി ഇരുത്തി. പിന്നെ ഓർമ്മയുണ്ട് ഫസ്റ്റ് ആ വെള്ളം ഉണ്ടാവും കിണ്ടിയിൽ, അതെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കണ്ണിൽ തൊട്ടിട്ട് പിന്നെയാണ് നമ്മൾ കണ്ണാടി നോക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞ് കൈനീട്ടം. അപ്പോൾ ഈ കൈനീട്ടം ഫസ്റ്റൊക്കെ കുഞ്ഞിലെയൊക്കെ എപ്പോഴും കോയിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോയിൻസ് ആണ് നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാച്ചുറലി ഒരു 500 റുപ്പീസ് 1000 റുപ്പീസ് ഇങ്ങനെ കൂട്ടി ഞങ്ങൾ മേടിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്റെ പിള്ളേർ അങ്ങനെയാണ്. ബിജുക്കുട്ടൻ ചേട്ടാ, എന്താണ് ബിജുക്കുട്ടൻ ചേട്ടന്റെ ഒരു ഓർമ്മ അബൌട്ട് വിഷു ആൻഡ് കൈനീട്ടം എന്നൊക്കെ കേൾക്കുമ്പോ? അല്ല, എനിക്ക് ചെറുപ്പത്തിലേ തുടങ്ങി 1 രൂപയുടെ തൊട്ട് ഒക്കെയാണ് കിട്ടുന്നത്. ഇപ്പോഴും എനിക്ക് അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഈ 2000-ൻ്റെ നോട്ടും 500-ൻ്റെ നോട്ടും 1000-ൻ്റെ നോട്ടൊക്കെ കിട്ടുന്നതിലും ഒരു സുഖം എനിക്ക് തോന്നുന്നത് 5 രൂപ അല്ലെങ്കിൽ 1 രൂപ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മക്കളായിരിക്കും ഇപ്പോൾ കൂടുതൽ പൈസയൊക്കെ. ഇപ്പോഴാണല്ലോ കുറച്ച് പൈസയൊക്കെ കൂടുതൽ പിള്ളേരൊക്കെ ഇത് ചേച്ചി പറഞ്ഞു വാങ്ങിക്കുമായിരുന്നു. പറഞ്ഞു വാങ്ങിക്കും. അപ്പോൾ ആ കാശ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ എടുക്കാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. അവരുടെ സിനിമക്ക് പോകാൻ, അല്ലെങ്കിൽ അവർക്ക് ഷൂ, അല്ലെങ്കിൽ അവരുടെ പാൻറ്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് എടുക്കാനൊക്കെ നമ്മളെ തൊടിയിക്കൂല. അതൊക്കെ ഒരു പുതുമയാണ്. നമ്മൾ ഇപ്പോഴാണ് കുറേ പൈസ കണ്ടു തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് 5 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അത് സന്തോഷം. ഇപ്രാവശ്യം വാഴ എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞിട്ട് കിട്ടി. ഇപ്രാവശ്യത്തെ വിഷു ബിജുക്കുട്ടൻ ചേട്ടന്റെ വിഷു ആണ്. അതെ, അത് സന്തോഷമാണ്. മുകേഷ് ചേട്ടൻ വരെ പറഞ്ഞപ്പോൾ നല്ലായിരുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതേ കണക്കൊരു പ്രോഗ്രാമിന് കാലങ്ങൾക്ക് മുമ്പ് ബിജുക്കുട്ടൻ്റെ ഒരു പെർഫോമൻസ്, ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം പരസ്യമായിട്ടല്ല, അതിന് ശേഷം ബിജുക്കുട്ടനെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ ഇപ്പം ഉള്ളതല്ല, നീനക്ക് എന്തോ വരാനുണ്ട്.
അതിനുള്ള ടാലൻസ് നിനക്കൊണ്ട് അത് വരും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നണേ ഇത് നമ്മുടെ ബഡായി ബംഗ്ലാവ് ആ സമയത്താണ് ചേട്ടൻ പറഞ്ഞത്. ഇപ്പം പ്രേക്ഷകരുടെ ഒരു പ്രതികരണം, ഞാൻ എന്തോരം എൻ്റെ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയ റീൽസ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും ആ ഒരു പടക്കം കത്തിക്കുന്ന സീനും ബിജുക്കുട്ടൻ ചേട്ടൻ്റെ പെർഫോമൻസിനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടാണ് ഒരുപാടധികം റിവ്യൂസും കമൻസും വരുന്നത്. ഇത് കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? അല്ല, നമ്മുടെ ഒരു കഴിവിൽ ഉപരിയായിട്ട് നമ്മളതിനകത്ത് സെലക്ട് ചെയ്തല്ലോ എന്നുള്ളൊരു അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം അത്രയും വലിയൊരു സിനിമ, അത്രയും വലിയ റൈറ്റർ, ഡയറക്ടർ, അതുപോലെ പ്രൊഡ്യൂസർമാർ, ഒരു ഫസ്റ്റ് സിനിമയുടെ സെക്കൻഡ് പാർട്ട് അതിനകത്ത് തന്നെ ഒരു മകൻ്റെ അച്ഛനായിട്ട്, അതൊരു പാരൻ്റായിട്ടൊക്കെ കിട്ടിയത്, അതാണ് ഞാൻ മഹത്തായ ഒരു കാര്യമായിട്ട് ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ കഴിവിനേക്കാൾ ഉപരി അവർ ചെയ്തു തന്ന ആ ഒരു ഭാഗ്യം, എല്ലാവരും പറയണത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലും വലിയ ഭാഗ്യം. ചേട്ടനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ചേട്ടൻ്റെ ഒരു അനീതിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലൂടെ പറയുകയാണ്. ഈ ഒരു വിഷുക്കാലം പോലെ തന്നെ എല്ലാ വിഷുക്കാലവും ഇതേപോലെ പ്രേക്ഷകർ എടുത്തുന്ന നല്ല പെർഫോമൻസിന് നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു കാലാവട്ടെ എന്ന് പറയുന്നു കേട്ടോ ചേട്ടൻ. താങ്ക് യു, സന്തോഷം. അങ്ങനെ നമ്മൾ നേരെ വരുന്ന നമ്മുടെ പ്രചോദേട്ടനിലേക്ക്. പ്രചോദേട്ട പറയൂ, ഈ പ്രാവശ്യത്തെ വിഷു എങ്ങനെയുണ്ട്? പൊതുവെ വിഷു കൈനീട്ടം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക്? അല്ല, ഒരുപാട് സന്തോഷം. കാര്യം ഇപ്രാവശ്യത്തെ വിഷുവിന് പ്രത്യേകിച്ച് നമ്മുടെ ഐറ്റം വേറെ എന്ന് പറഞ്ഞ പ്രോഗ്രാം 500 എപ്പിസോഡ് കഴിഞ്ഞ് വീണ്ടും ഓണം കഴിഞ്ഞ് വീണ്ടും മുകേഷ് ചേട്ടൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി ഉൾപ്പെടെ, മാനേജ് ചേച്ചി ഉൾപ്പെടെ, ശാന്തികൃഷ്ണ ചേച്ചി ഉൾപ്പെടെ ഞങ്ങൾ ടീമെല്ലാം കൂടെ വിഷുവിനെ ആഘോഷിക്കാൻ സാധിച്ചു. അത് ഐറ്റം വേറയിൽ നിന്ന് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം അത്രയും എപ്പിസോഡ് ഒരു ഷോയ്ക്ക് കടന്നു പോവുക, നല്ല റേറ്റിംഗിൽ, നിലവാരമുള്ള റേറ്റിംഗിൽ കടന്നു പോവുക, അതൊരു അവാർഡുകൾ കിട്ടുക. ഒരുപാട് പേര് നമ്മുടെ ഐറ്റം ഷോ സംസ്ഥാന അവാർഡ് കിട്ടി, ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. വാഴയിലുണ്ട് നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അതെ, പറയാൻ പറ്റുമായിരുന്നു. വാഴ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഈ ഐറ്റം വരെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്തു. പ്രത്യേകിച്ച് വിപിൻ ദാസിന്, അതിന് ഡയറക്ടർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞൊരു എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നാട്ടിൽ നിന്നോ അല്ല വീട്ടിൽ നിന്നോ ഒന്നും ഈ വിഷു കൈനീട്ടമായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. നിർബന്ധിച്ച് മേടിച്ചെടുക്കുന്ന അല്ല മുകേഷ് ചേട്ടാ, അല്ല അങ്ങനെ. എന്നാലും എന്ത് വിഷു വെച്ചിട്ട് പോയാൽ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരിടത്തുനിന്ന് കിട്ടി കേട്ടോ. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ദിലീപ് ഏട്ടൻ എനിക്കൊരു വിഷു കൈനീട്ടം തന്നായിരുന്നു. അത് 2000 രൂപയാണ് തന്നത്. അത് ഈ മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ അത് നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് തന്നെ മാറ്റി വെച്ചു. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ 2000 നോട്ട് നിരോധിക്കുകയും ചെയ്തു. അത് ചെലവാക്കാൻ പറ്റില്ല. അതാണ് ഈ ദിലീപ് എങ്ങനെ അറിയുന്നു. എന്നാൽ ഓൺ എ സീരിയസ് നോട്ട്, മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കൈനീട്ടത്തിന്റെ ഓർമ്മ, എന്റെ ഓർമ്മ അത് തന്നെയാണ്. ആ 2000 രൂപയാണ് ഇന്ന് ഓർമ്മ നിരോധിച്ച നോട്ട്. അതിനുശേഷം ഇങ്ങോട്ട് വേറെ കിട്ടി 2000 കിട്ടിയതും അത് അതെ, അതാണ് ഏറ്റവും വലിയ ഓർമ്മ അല്ലേ. അപ്പം എന്തായാലും കൈനീട്ട കഥകളൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ. ഈ ഒരു വിഷുക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന കൈനീട്ടമാണ് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ വിഷു ബമ്പർ.